ഹായ് ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളുള്ളത് അമ്പലത്തിലാണ്. അമ്പലത്തിൽ പോയതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, എനിക്ക് PSC എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ എക്സാമിന് പോകുന്നതിന് മുന്നേ അമ്പലത്തിലൊക്കെ ഒന്ന് കയറി പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് കരുതി. എന്നാൽ എനിക്ക് എക്സാം നടക്കുന്ന കോട്ടയത്ത് വെച്ചാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നമ്മൾ വണ്ടിയിൽ കയറി. കോട്ടയം വരെ നമ്മുടെ വണ്ടിയിൽ എന്തായാലും പോകുന്നില്ല. നമ്മൾ പന്തളത്ത് നമ്മുടെ വണ്ടി കൊണ്ടുവച്ചിട്ട് അവിടുന്ന് ബസ്സിൽ പോകാം എന്നാണ് കരുതിയത്. കോട്ടയം വരെ ബസ്സിന് പോകുന്നതിൻ്റെ കാരണം വേറൊന്നുമല്ല, അൻവിമോൾ ഉണ്ടായിരുന്നു. അപ്പം അവിടെ വരെയും കോട്ടയം വരെയും മോളെയും കൊണ്ട് നമ്മുടെ വണ്ടിയിൽ പോകുക എന്ന് വെച്ചാൽ അത് പറ്റുന്ന കാര്യമല്ല, നടക്കില്ല. അങ്ങനെ നമ്മൾ പന്തളത്തുനിന്ന് ബസ്സിന് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചു. അൻവിമോളെ ഞാൻ വീഡിയോ കൊണ്ടുവരുന്നത് വേറൊന്നുമല്ല, ആൾ നല്ല ഉറക്കത്തിലായതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാതിരുന്നത്, അൻവിമോളുടെ വീഡിയോ എടുക്കാതിരുന്നത്. നമുക്ക് പന്തളത്തെത്തിയിട്ട് ബസ്സിന് പോകാം എന്ന് കരുതി ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഒരുപാട് വീഡിയോ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പന്തളത്തു നിന്ന് ബസ്സിന് കയറി കഴിഞ്ഞപ്പോഴേക്കും ആൾ കരച്ചിൽ തുടങ്ങി. പിന്നെ കോട്ടയം വന്നപ്പോഴേക്കുമാണ് കുറച്ച് കരച്ചിലൊക്കെ നിർത്തിയത്. അപ്പോൾ നമ്മൾ കോട്ടയത്തെത്തി. നമ്മൾ എക്സാം സെൻറ്ററിലോട്ട് നടക്കുകയാണ്. അപ്പോഴാണ് ആൾ കരച്ചിൽ. അപ്പോൾ നമ്മൾ PSC എക്സാമൊക്കെ കഴിഞ്ഞു വീട്ടിൽ വന്നു. ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. മോള് ഉറക്കമായതുകൊണ്ട് അവളെ ഞങ്ങൾ തൊട്ടിയിലോട്ട് കിടത്തി. ഏട്ടൻ ശബരിമലയിൽ പോകുന്നുണ്ട്. അപ്പോൾ മാല ഇടാൻ വേണ്ടിയിട്ട് അതിനുള്ള മാലയും സാധനങ്ങളും ഒക്കെ മേടിക്കാൻ വേണ്ടി കടയിലേക്ക് പോയി. എനിക്ക് എക്സാമിന് പോകുമ്പോൾ ഞാൻ കരുതി ഒരുപാട് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും, വണ്ടിയിലൊക്കെ ഇരുന്ന് ഒരുപാട് വീഡിയോസൊക്കെ എടുത്ത് വെക്കണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം അൻവിമോള് എന്തായാലും നിറവേറ്റി തന്നില്ല അൻവിമോൾ. കാരണം നമ്മൾ പറഞ്ഞു നമ്മുടെ വണ്ടി പന്തളത്ത് വെച്ചിട്ട് നമ്മൾ അവിടുന്ന് KSRTCയിലായിരുന്നു പോയിരുന്നത് കോട്ടയം വരെ. അപ്പോൾ കോട്ടയം വരെ നമ്മൾ KSRTC തന്നെയായിരുന്നു പോയിരുന്നത്. അപ്പോൾ നമ്മൾ പന്തളത്തു നിന്ന് ഇങ്ങനെ ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു. കയറി എനിക്കൊന്നൊരു 10 മിനിറ്റ് വരെ അവൾ കുഴപ്പമില്ലായിരുന്നു, നമ്മുടെ കയ്യിൽ ഓക്കെ ആയിരുന്നു, അവൾ കരയാതൊക്കെ ഇരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു വീഡിയോ എടുക്കാം എന്നൊക്കെ കരുതി നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വന്നപ്പോഴേക്കും ആൾ കരച്ചിൽ തുടങ്ങി. അങ്ങനെ ആൾക്ക് നമ്മൾ കരയുമ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആളെ ഇങ്ങനെ കരയാതിരിക്കാൻ വേണ്ടി മാക്സിമം ഞങ്ങൾ ശ്രമിച്ചു, നോക്കി ഓരോന്ന് കാണിച്ചു കൊടുത്തു. നമ്മൾ കളിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞൊരു കിലുക്കാൻ പെട്ടി കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു, അത് കിലുക്കി കൊടുത്തു. എന്നിട്ടൊന്നും ആൾ കരച്ചിൽ നിർത്തുന്നില്ല. അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, മുന്നോട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ കഴിച്ചെല്ലാം കഴിഞ്ഞു, നമുക്ക് നമ്മുടെ എക്സാം സെൻറ്ററിലോട്ട് പോവുകയായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് അതിൻ്റെ ഒരു ചെറിയ ഭാഗമേ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ട് അപ്പോൾ നമുക്ക് അവൾ വലിയ കുഴപ്പമില്ല, ഏട്ടൻ്റെ കയ്യിരുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലല്ലോ എന്ന് കരുതി നമ്മൾ ചെറുകെ ഒരു ഫ്രണ്ടിൽ ചെറുതായിട്ട് ഇങ്ങനെ ഒരു രീതിയിലൊന്ന് എടുത്ത് വന്നപ്പോഴേക്കും ആൾ കരച്ചിൽ തുടങ്ങി. അങ്ങനെ നമുക്കത് എന്തായാലും അങ്ങോട്ടുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. തിരിച്ച് വരുമ്പോഴെങ്കിലും എടുക്കാമെന്ന് കരുതിയിരുന്നു. അപ്പോൾ തിരിച്ചാൾ ഒട്ടും ഉറങ്ങിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് തിരിച്ചുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾക്ക് കടയിൽ കയറണമായിരുന്നു. ഏട്ടന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശബരിമലയിൽ പോകുന്നത് കൊണ്ട് നമുക്ക് ഡ്രസ്സ് എടുക്കണമായിരുന്നു. ഏട്ടന് അന്നത്തേക്ക് ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളും എടുത്തു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ മേടിച്ച് നമ്മൾ വീട്ടിലൊക്കെ വന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇനി ഒരുപാട് എന്താ പറയുക നീട്ടിക്കൊണ്ട് ഞാൻ പോകുന്നില്ല, ഒരുപാട് ഇങ്ങനെ വലിച്ചഴിച്ചുകൊണ്ട് പോകുന്നില്ല. അപ്പോൾ ഇനിയും ലോങ് വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഈ ചാനൽ എല്ലാവരും കാണാത്തവരെല്ലാവരും ഒന്ന് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ബട്ടൺ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഉടനടി കിട്ടുന്നതായിരിക്കും. അഥവാ എന്തെങ്കിലും ഞാൻ ചെയ്യുന്നത് മൂലം എന്തെങ്കിലും എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ നിങ്ങൾ ദയവേത് അറിയിക്കുക. ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ, സീ യു.